ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുന്ന നല്ലൊരു ഫ്രൂട്ട്സ് ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 1 കപ്പ് നിറയെ ഞാനിപ്പോൾ മുന്തിരി എടുത്തിട്ടുണ്ട്. കുരു ഇല്ലാത്ത മുന്തിരിയാണ്. അധികം പുളി ഇല്ലാത്ത മുന്തിരി നോക്കി എടുക്കണം. നല്ല മധുരമുള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആ 1 കപ്പ് അളവിലുള്ള ആ ഒരു മുന്തിരി നമുക്ക് ഈ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓറഞ്ചാണ്. നല്ല മധുരമുള്ള ഓറഞ്ച് എടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ ഓറഞ്ചിൽ ഒരു 2 ഓറഞ്ചാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഓറഞ്ചിനുള്ളിൽ ആ ഒരു കുരു നമ്മൾ മസ്റ്റായിട്ടിട്ട് മാറ്റിയിരിക്കണം കേട്ടോ. ഓറഞ്ചിൽ ആ കുരു ഉണ്ടെങ്കിൽ കയ്പുണ്ടാവും, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഒരു കത്രിക കൊണ്ട് ചെറുതായിട്ട് ഞാനിതൊന്ന് ഫ്രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ അതിനുള്ളിൽ ആ കുരു വന്നോളും കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു രീതിക്ക് അതിനുള്ളിൽ ആ ഒരു സീഡ് എടുക്കാവുന്നതാണ്. എന്നിട്ട് വേണം നമ്മളിത് മിക്സിയിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഈ ഫ്രൂട്ട്സ് എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരളവിലായിരിക്കും കേട്ടോ ജ്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു 3 കപ്പ് അളവിലാണ് ഇപ്പോൾ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു 3 കപ്പ് അളവിലെ ജ്യൂസിന് 1 കപ്പ് അളവിലാണ് കേട്ടോ നമുക്കിതിലേക്ക് കോൺഫ്ലോർ ആവശ്യമായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏത് കപ്പിലാണോ ജ്യൂസ് അളന്നെടുക്കുന്നത് അതിൻ്റെ ഒരു 1/3 ഭാഗം വേണം നമുക്ക് കോൺഫ്ലോർ ആവശ്യമായിട്ടുള്ളത്. ആ കോൺഫ്ലോർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇത് നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എന്തെങ്കിലും മധുരം ചോദിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വിശേഷിച്ച് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഒരു ഫ്രൂട്ട്സ് ഹൽവ പെട്ടെന്ന് സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയത്തിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് തയ്യാറാക്കിയതെന്ന് കഴിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കും. ഈ ഒരു രീതിക്ക് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. വെള്ളം കൂടുതൽ വേണ്ട. ഇനി നമ്മുടെ ഈ ഷുഗർ സിറപ്പ് എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യേണ്ട ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ട്രേ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതുപോലെ ഒരല്പം നെയ്യ് പുരട്ടി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിപ്പോൾ ഇതുപോലെ സൺഫ്ലവർ സീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്കൊന്ന് വിതറി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സൺഫ്ലവർ സീഡ്സ് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പംകിൻ സീഡ്സ് കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രേ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഈ 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ ഉണ്ടാകും കേട്ടോ നമ്മുടെ ഷുഗർ സിറപ്പ്. ഇനി നമുക്ക് ഈ ഒരു സമയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഒരു നൂൽ പരുവം വന്നിട്ടുണ്ടോ എന്ന്. ഇതുപോലെ ഒരു 2 വിരൽ കൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്ട്രിങ് വരും കേട്ടോ. ഒരു സ്ട്രിങ് വന്നാൽ മതി. ഇതുപോലെ ഒരു നൂൽ പരുവം ആയിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതും ഉടൻ തന്നെ നമ്മൾ കൈയെടുക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടി പിടിക്കും. അതിൻ്റെ പേരിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ലതുപോലെ ഇതൊന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടും നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകട്ടയായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അടുക്കി പിടിക്കില്ല. വേറെ ഏത് കടായിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളതൊന്ന് സൂക്ഷിച്ച് ഒരു സ്ഥലത്തേക്ക് നമ്മളിതിങ്ങനെ ഈ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ അടുക്കി പിടിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ഇതുപോലെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് ഞാൻ മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം ചൂട് കൂടുന്തോറും ഇത് അടുക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ ഒരല്പം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കളറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കളറിൻ്റെ ആവശ്യമില്ല. നാച്ചുറലായിട്ട് തന്നെ നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് അല്ലെങ്കിൽ നല്ല ഡാർക്കായിട്ടുള്ളൊരു യെല്ലോ കളർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കളർ ചേർക്കേണ്ട. അപ്പോൾ ഇച്ചിരി കളർഫുള്ളായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒന്നുകിൽ ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളർ ചേർക്കാവുന്നതാണ് കേട്ടോ. നെയ്യും ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഒരുപാട് സമയത്ത് നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിക്ക്, അതായത് നമ്മുടെ ഈ കടായിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ ഉരുണ്ട് വരണം കേട്ടോ. ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് ഉരുണ്ട് കിട്ടണം. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേ, ആ ട്രേയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടൊട്ടും മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ കട്ടയായി പോകും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂണിനടിയിലേക്ക് ഒരു അല്പം നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം ഈ ട്രേയിൽ കറക്റ്റായിട്ട് നിരപ്പിന് സെറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രേയിൽ ഇത്രയും ഭാഗം ബാക്കിയുണ്ട്. ഇത് ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇരുന്നൊന്ന് റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ടൊന്ന് തണുക്കട്ടെ. റൂം ടെമ്പറേച്ചറിൽ തണുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് സെറ്റായി വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അതായത് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം പിന്നീട് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഞാൻ വെക്കുന്നില്ല. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ നല്ലതുപോലെ ഒന്ന് സെറ്റ് ആകട്ടെ ആദ്യം. എന്നാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് പുറത്ത് വയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. ഇപ്പോഴും നല്ലതുപോലെ തണുത്തിട്ടില്ല, പക്ഷേ നന്നായിട്ട് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബട്ടർ പേപ്പറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ നമുക്കൊന്ന് കമഴ്ത്തി തട്ടി കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ആ ട്രെയിൽ നിന്ന് ഇതൊന്ന് ഇളകി വരും കേട്ടോ. നല്ലതുപോലെ നല്ല കട്ടിയായിട്ട് ഇതാ കണ്ട ഹൽവയുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഹാർഡായിട്ടും ഇല്ല, അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ് ആയിട്ടും ഇല്ല. ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഹൽവയെന്ന്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫസ്റ്റിൽ ഞാനിതൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. സൈഡ് കട്ട് ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഹൽവ കിട്ടുന്നത്. അതായത് ചെറിയൊരു പുളിപ്പും, അതായത് നമ്മുടെ ആ ഓറഞ്ചിൻ്റെയൊക്കെ ആ ചെറിയൊരു പുളിയൊക്കെയും അതുപോലെ തന്നെ നല്ല മധുരമൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഈ ഒരു ഫ്രൂട്ട്സ് ഹൽവ തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള ഫ്രൂട്ട്സ് എടുക്കുകയും ചെയ്യരുത്. അതായത് ചില മുന്തിരിയൊക്കെ നല്ല പുളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹൽവ തയ്യാറാക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ പുളിപ്പില്ലാതെ നല്ല മധുരമുള്ള മുന്തിരിയും ഓറഞ്ചൊക്കെ വേണം കേട്ടോ നമ്മൾ ഇതിനു വേണ്ടി എടുക്കാനായിട്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഇത് പുറത്ത് വെച്ചിട്ടാണെങ്കിൽ പുറത്ത് വെച്ച് കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്.